ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഞാനും എൻ്റെ ഫ്രണ്ട്സ് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. ഈ കാണുന്നത് ഒരു പള്ളിയാണ്, ഞങ്ങളുടെ ഹോസ്റ്റലിന് അടുത്തുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. അപ്പം ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയത്. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ആ കാണുന്നതാണ് കേട്ടോ ബേക്കറി, നെസ്റ്റ് ബേക്കറി. അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഈ ബേക്കറി എന്ന് പറയുന്നത് ഈ ഗായത്രി മോട്ടോഴ്സിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. ഇവിടെ വന്നിട്ട് ഞാൻ രാജ ചേച്ചിയും ഞങ്ങൾ ഓരോ ഗ്രേപ്പ് ജ്യൂസ് പറഞ്ഞു, നാഹിത്താണെങ്കിൽ ഒരു മാംഗോ ജ്യൂസും പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഐസ്ക്രീം ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് ഐസ്ക്രീം നോക്കാൻ പോയി. ഐസ്ക്രീം കണ്ടപ്പം ഐസ്ക്രീം കഴിക്കാനുള്ള ക്രേവിങ്സ്. അത് കഴിഞ്ഞ് സിപ്പപ്പ് കണ്ടപ്പോഴോ സിപ്പപ്പ് കഴിക്കാനുള്ള ക്രേവിങ്സ്. ഒടുക്ക പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇതൊന്നും വേണ്ട, പോയി ജ്യൂസ് കുടിക്കണം. അങ്ങനെ അതെല്ലാം താത്ത് വെച്ച് ഇരിക്കാൻ വന്നപ്പോൾ കിട്ടി 8ൻ്റെ പണി. ഇരിക്കാൻ വന്നപ്പോൾ ഞാനിരുന്ന സ്റ്റൂള് അത് ഡാമേജ്ഡ് ആയിട്ടുള്ള സ്റ്റൂളായിരുന്നു കേട്ടോ. അത് ഇളകി ഇരിക്കുകയായിരുന്നു. പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ച് അവിടുന്ന് വേറെ സ്റ്റൂളെടുത്ത് ആ സ്റ്റൂളിൽ എങ്ങനെ കാര്യം പറഞ്ഞങ്ങിരുന്നു. എന്നിട്ട് ജ്യൂസിന് വേണ്ടിയുള്ള വെയിറ്റ് ചെയ്യലായിരുന്നു. അപ്പോഴേക്കും എൻ്റെ രാജചേച്ചിയുടെ ഗ്രേപ്പ് ജ്യൂസ് വന്നു. പക്ഷേ നാഹിത്തിൻ്റെ ഓറഞ്ച് ജ്യൂസ് ഞങ്ങളുടെ ഗ്രേപ്പ് ജ്യൂസ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ വന്നത്. How is the juice, Fauzia? Same good. Tasty and very good. Okay. So what's your opinion? This is a nice bakery for ഇതൊരു നല്ല റെസ്റ്റോറൻറ്റ്. ഇതൊരു നല്ല ബേക്കറിയാണ്. അത്യാവശ്യം പെട്ടെന്നൊക്കെ ഓടി വന്ന് ജ്യൂസ് കുടിക്കണമെങ്കിൽ നല്ലൊരു സ്പോട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. Nahid, how was the juice? Super. Tasty? Super tasty. How is this spot? Nice. You can come. Okay. Every day. Every day. Okay, okay. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നു. Video. You want choco chips? ഓഫർ കാണിക്കാം. ചോക്കോ ചിപ്സ് And choco chips, choco pops and വീട്ടിലായിരുന്നു ഈ വാങ്ങിച്ച് കൊച്ചിനോട് കൊടുക്കുന്നത്. അപ്പൊ ഹോസ്റ്റലിലല്ലേ, എങ്ങനെ കഴിക്കാനാ, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെയാ വേണ്ടെന്ന്? ചിയാ സീഡ് എന്തിനാ? വണ്ണം കുറയ്ക്കാനോ? ഓക്കെ. ഹണി വണ്ണം കുറയ്ക്കാൻ. ഇത് എത്ര നാളായിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് വണ്ണം കുറയ്ക്കാൻ? നാളെ തൊട്ട് തുടങ്ങുവാ? നാളെ തൊട്ട് ഫാസ്റ്റ് ഫുഡ് കട്ട്? അങ്ങനൊന്നുമില്ല, ഫുഡ് डायपर का वीडियो ले रही है. उसे क्या यूट्यूबर बनेगा रे तू? कंटेंट वेंडे कंटेंट. क्या कंटेंट है? कंटेंट नहीं है इसलिए सी डायपर का वीडियो. This is not for content. This is the needed product we want in Germany when we go to Germany. We are not going Germany. We are going in South Africa. Going back to hostel. എല്ലാം മേടിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാണ്. പൊട്ടിന്ന് 1000 ഒന്ന് വെയിറ്റ് ഉറക്കി ഇറങ്ങിയപ്പോൾ ഒന്ന് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ 1000 rupees പോയി കിട്ടി കയ്യിൽ നിന്ന്. പക്ഷേ നാളത്തൊട്ടപ്പോൾ ഇതില്ലല്ലോ, നാളത്തൊട്ട് ഫാസ്റ്റ് ഫുഡ് ഇല്ലല്ലോ, ഒള്ളി ഹണിയും. ഫുഡുണ്ട്, ഫാസ്റ്റ് ഫുഡ് ഇല്ല നാളെ തൊട്ട് ഫാസ്റ്റ് ഫുഡ് ഇല്ല. രാജേഷ് നാളെ തൊട്ട് വെയിറ്റ് കുറയ്ക്കാൻ പോവാം. അപ്പോൾ ഹണിയും ചനാസൈഡും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ബേക്കറിയും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലെയൊക്കെ പരാക്രമവും അവിടുത്തെയൊക്കെ കോപ്രായങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ഹോസ്റ്റലിലോട്ടെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.